വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച മീൻ കറിയാണ്. ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. മീൻ മത്തിയാണ്, മഞ്ഞൾപ്പൊടി, മല്ലി, കുരുമുളക്, പെരുംജീരകം, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ഉപ്പ്, പച്ചമുളക്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വറ്റൽമുളക്, ഞാനിവിടെ 10 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിട്ടായിരിക്കണം ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് മല്ലി, 1/4 കപ്പോളം മല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. മല്ലി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 3/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ ഒന്ന് ചൂടാക്കി നമുക്കെടുക്കാം. അധികം കരിഞ്ഞൊന്നും പോകാതെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ ഞാനിട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു ചട്ടി എടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീനാണ്. മീൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മത്തി തന്നെ ആവണമെന്നില്ല, വേറെ ഏത് മീനും ഇതേ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അന്നേരം ഇനി അടുത്തത് വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുത്തു. അടുത്തത് ഇഞ്ചി, ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്താണ്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 പച്ചമുളകാണ് എടുത്തത്. കാരണം നമ്മൾ വറ്റൽമുളക് ഇടുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും. നേരം അധികം എരിവിൻ്റെ ആവശ്യമില്ല. കാരണം 2 പച്ചമുളക് നെടുകെ കീറിയിട്ടതാണ്. വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇപ്പം മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുളകും പെരിഞ്ചീരകവും കുരുമുളകും വറ്റൽമുളകും മിക്സ് അതിനകത്തോട്ട് ഇടുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി വേണ്ടത് കുടംപുളി. നമ്മൾ ഇച്ചിരി വെള്ളത്തിലിട്ട് കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതിന് ഞാൻ ആ ജാറിലുണ്ടായിരുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി, അതിൻ്റെ ഗ്രേവി പോലെയുള്ള ആ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വെള്ളം കൂടി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം, അതായത് ഏകദേശം ഇന്നും മുൻകിടക്കുന്ന പാങ്ങിന് വേണം. അതിന് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ സ്റ്റൗ കത്തിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് മൂടി വെക്കാം. ഏകദേശം ഒന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളച്ച് ഇപ്പം ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എപ്പോഴും എല്ലാവരും തന്നെ മീൻ മുളക് അരച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടൊക്കെയാണ്, ഇത് വെറൈറ്റി ആയിട്ടാണ് വറുത്തരച്ചിരിക്കുന്ന മീൻ കറിയുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നേരം വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.